നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുത്തനെ വർദ്ധിച്ച കാസർഗോഡ് ജില്ലയിലെ പോളിംഗ് ശതമാനം 79.12% ജില്ലയിലെ പോളിംഗ്. സംസ്ഥാനത്തെ പോളിംഗ് ശതമാനമായ 78.27% അധികമാണിത്. സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം 90-ൽ എത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ 78.27% പോളിംഗ് രേഖപ്പെടുത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ പോളിംഗ് ശതമാനം 76.64 ആയിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 74.97%, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 74.89% പോളിംഗ്. ഇതിനെയെല്ലാം കടത്തിവെട്ടുന്നതായി ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാന കണക്ക് മാറി. ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായി. മഞ്ചേശ്വരം മണ്ഡലത്തിൽ പോളിംഗിന് പതിഞ്ഞ തുടക്കമായിരുന്നു. രാവിലെ 7 മണിക്ക് പോളിംഗ് തുടങ്ങി 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മഞ്ചേശ്വരത്ത് വെറും 8.99% പേർ മാത്രമായിരുന്നു സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. 10.08% കാസർഗോട്ടായിരുന്നു തൊട്ടുമുന്നിൽ. ജില്ലയിലെ ശരാശരി പോളിംഗ് ശതമാനം അപ്പോൾ 10.55%. ഈ 2 മണ്ഡലങ്ങളിലും തുടക്കത്തിൽ പോളിംഗ് ശതമാനം ജില്ലാ ശരാശരിയേക്കാൾ താഴെയായിരുന്നു. എന്നാൽ അവസാന ലാപ്പിൽ മഞ്ചേശ്വരവും കാസർഗോഡും മുന്നിൽ കയറുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. പിന്നാലെ തൃക്കരിപ്പൂരുമുണ്ടായിരുന്നു. ഉദുമ, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങൾ തുടക്കത്തിൽ പോളിംഗ് ശതമാനത്തിൽ മുന്നിലായിരുന്നു. തൃക്കരിപ്പൂർ തുടക്കത്തിൽ അല്പം പിന്നിലായിരുന്നുവെങ്കിലും പിന്നീട് ഈ മണ്ഡലങ്ങളോട് ഒപ്പത്തിനൊപ്പവും ചിലപ്പോൾ മുന്നിലുമെത്തി. വൈകുന്നേരം 4 മണിക്ക് ജില്ലയിലെ പോളിംഗ് ശതമാനം 61.32 എത്തിയപ്പോഴും മഞ്ചേശ്വരമായിരുന്നു ഏറ്റവും പിന്നിൽ. 59.60% മാത്രമായിരുന്നു പോളിംഗ്. മുന്നിൽ തൃക്കരിപ്പൂരും. 62.63% പോളിംഗ്. കാസർഗോഡ് 60.90, ഉദുമ 61.95, കാഞ്ഞങ്ങാട് 61.62 എന്നിങ്ങനെയായിരുന്നു മറ്റു മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം. അവസാന കണക്ക് വരുമ്പോൾ മഞ്ചേശ്വരത്തെ പോളിംഗ് ശതമാനം 81.04, കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം 79.61, ഉദുമ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം 78.08, കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം 77.24, തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം 79.64. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 85,258 പുരുഷ വോട്ടർമാരും 1,01,218 സ്ത്രീ വോട്ടർമാരുമായി 1,86,476 പേർ വോട്ട് രേഖപ്പെടുത്തി. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ 77,408 പുരുഷ വോട്ടർമാരും 90,512 സ്ത്രീ വോട്ടർമാരുമായി ആകെ 1,67,920 പേർ വോട്ട് രേഖപ്പെടുത്തി. ഉദുമ നിയോജക മണ്ഡലത്തിൽ 79,672 പുരുഷ വോട്ടർമാരും 98,746 സ്ത്രീ വോട്ടർമാരും 2 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമായി ആകെ 1,78,420 പേർ വോട്ട് രേഖപ്പെടുത്തി. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ 79,559 പുരുഷ വോട്ടർമാരും 93,436 സ്ത്രീ വോട്ടർമാരും 5 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമായി ആകെ 1,73,000 പേർ വോട്ട് രേഖപ്പെടുത്തി. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ 75,493 പുരുഷ വോട്ടർമാരും 91,822 സ്ത്രീ വോട്ടർമാരും 2 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമായി ആകെ 1,67,317 പേർ വോട്ട് രേഖപ്പെടുത്തി. 5 മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉയർന്നു. ജില്ലയിലെ ആകെയുള്ള പോളിംഗ് ശതമാനത്തിലും 3% വർധനയുണ്ട്. ജില്ലയിൽ കടുത്ത ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരവും കാസർഗോഡും. തൃക്കരിപ്പൂരിൽ UDF, LDF സ്ഥാനാർത്ഥികൾ തമ്മിലായിരുന്നു വാശിയേറിയ മത്സരം. ഈ പോര് വോട്ടിംഗ് ശതമാനത്തിലും പ്രതിഫലിച്ചു. SIRും വോട്ടിംഗ് ശതമാനം കൂടുവാൻ കാരണമായി. മരിച്ചവരും സ്ഥലത്തില്ലാത്തവരും ഇരട്ട വോട്ടും ഒഴിവായതും പോളിംഗ് ശതമാനം കൂട്ടി. കാസർഗോഡ് ജില്ലയിലെ ആകെ കണക്കെടുക്കുമ്പോൾ 11,03,618 വോട്ടർമാരിൽ 8,73,133 പേർ വോട്ട് രേഖപ്പെടുത്തി. പോളിംഗ് ശതമാനം 79.12.
ജില്ലയിൽ ആകെ 5,44,543 പുരുഷ വോട്ടർമാരും 5,59,063 സ്ത്രീ വോട്ടർമാരും 12 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണ് ഉണ്ടായിരുന്നത്. അതിൽ 3,97,390 പുരുഷ വോട്ടർമാരും 4,75,734 സ്ത്രീ വോട്ടർമാരും 9 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമായി 8,73,133 പേർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പെന്ന നിലയിൽ പോളിംഗ് ശതമാനം 85 കടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീക്ഷിച്ചുവെങ്കിലും കേരളത്തിൽ ആകെ പോളിംഗ് ശതമാനം അത്ര കണ്ടുയർന്നില്ല. 2021 അപേക്ഷിച്ച് 2% മാത്രമാണ് വർധനവുണ്ടായത്. ഉച്ചവരെയുള്ള പോളിംഗ് കണ്ട് പോളിംഗ് ശതമാനം 90-ലെത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ 78.27% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വോട്ടിംഗ് നില ഉയർന്നതിന് പല ഘടകങ്ങളിൽ ഒന്നു മാത്രമായാണ് SIRനെ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർ കാണുന്നത്. ചില മണ്ഡലങ്ങളിലെ കനത്ത മത്സരം വോട്ടിംഗ് ശതമാനമുയരുവാൻ കാരണമായിട്ടുണ്ട്. 2021 അപേക്ഷിച്ച് വർധനവുണ്ടായത് ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായ ഒഴുക്കുണ്ടായിട്ടുണ്ടെന്ന സൂചന നൽകുന്നതായും വിശകലനം ചെയ്യപ്പെടുന്നു. കേരളത്തിലെ SIRനു ശേഷം പ്രതീക്ഷിച്ച വർധനവ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായില്ലെങ്കിലും ഒപ്പം തിരഞ്ഞെടുപ്പ് നടന്ന അസമിലും പുതുച്ചേരിയിലും പോളിംഗ് ശതമാനത്തിൽ റെക്കോർഡ് വർധനവാണ് രേഖപ്പെടുത്തിയത്. അസമിൽ 85.91%, പുതുച്ചേരിയിൽ 89.87% രേഖപ്പെടുത്തിയത്. BJP ഭരിക്കുന്ന അസമിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. SIRലൂടെ പട്ടികയിൽ നിന്ന് മരിച്ചവരെയും ഇരട്ട വോട്ടുള്ളവരെയും എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാത്തവരെയുമൊക്കെ ഒഴിവാക്കിയുള്ള ശുദ്ധീകരണമാണ് കേരളത്തിലടക്കം നടന്നത്. അന്തിമ വോട്ടർ പട്ടികയിൽ പുതിയ വോട്ടർമാർ കൂടി എത്തിയതോടെ 2021 അപേക്ഷിച്ച് 3.06 ലക്ഷം വോട്ടർമാരുടെ കുറവാണ് ഇക്കുറി ഉണ്ടായത്. വ്യാഴാഴ്ച രാവിലെ ബൂത്തുകളിലേക്ക് വോട്ടർമാർ ഒഴുകിയെത്തിയതും ആദ്യ മണിക്കൂറുകളിൽ വോട്ടിംഗ് നില കുതിച്ചുയർന്നുകൊണ്ടിരുന്നതും തുടക്കത്തിൽ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ മിക്ക ജില്ലകളിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഒഴുക്ക് സാധാരണ നിലയിലായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ SIRനു ശേഷം നഗര വോട്ടുകളിൽ വലിയ കുറവുണ്ടായെന്നത് വ്യക്തമാണ്. SIR വന്ന ശേഷം ഒഴിവാക്കപ്പെട്ട വോട്ടുകൾ ചേർക്കുവാൻ ഗ്രാമങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ മുൻകൈയെടുത്തപ്പോൾ നഗരങ്ങളിൽ പാർട്ടികൾ അതിനായി ശ്രദ്ധിച്ചില്ല. നഗരങ്ങളിൽ പലരും വോട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞതുപോലും വോട്ടർ സ്ലിപ്പ് കിട്ടാതായപ്പോഴാണെന്നതാണ് വസ്തുത. SIRനു ശേഷം വോട്ടുകളിൽ വലിയ കുറവ് വന്നത് എറണാകുളത്താണെന്നതും ഇതിന് സാധുത നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.